പേജ് നമ്പർ 70 പൂരിപ്പിക്കുക. ഇതിലെ വ്യഞ്ജനാക്ഷരങ്ങളാണ് ക, ഖ, ഗ, ഘ. ഈ അക്ഷരം വെച്ചുകൾ നമുക്കൊന്ന് ഓരോ പദങ്ങൾ പറഞ്ഞു നോക്കിയാലോ. ക കലം, ഗ മുഖം, ഗ ഗാനം, ഘ ഘടികാരം, ങ മാങ്ങ. ഓക്കെ, ഇനി ച, ഛ, ജ, ജ, ഞ, ചച്ച ചഞ്ചഞ്ഞ, കക്ക ഗംഗ. ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് പദങ്ങൾ ഉണ്ടാക്കി നോക്കാം. ച എന്താണ്? ചായ. ഝ ഛായ. എന്താണ്? പ്രതിബിംബം ഛായ. പ്രതിബിംബം ഛായ. ജ ജനൽ. ഝ ജഷം. ജഷം എന്നാൽ എന്താർത്ഥം? മത്സ്യം. ഞ ഞാവൽ. ഉത്തരം എഴുതുക. ഭാരതത്തിന്റെ ദേശീയ മൃഗം എന്താണ്? കടുവ. ആനയല്ല ട്ടോ. ആന എന്താണ്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. കടുവ എന്നാണ് ഭാരതത്തിന്റെ ദേശീയ മൃഗം. ഭീമന്റെ ആയുധം ഗദ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗദ എഴുതണം. ഘടികാരം എന്നാൽ എന്താണ്? ക്ലോക്ക് എന്നാണ് അർത്ഥം. സമയം അറിയുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകാരം ഘടികാരം അല്ലെ, ക്ലോക്ക്. ഛായ എന്നാൽ എന്താണ്? പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിരൂപം എന്നാണ് അർത്ഥം. ഇതെല്ലാം മാതൃക പോലെ പൂരിപ്പിക്കുക. ക ക, അതായത് ദീർഘമിട്ടിട്ടാണ് ഈ അക്ഷരങ്ങൾ എഴുതേണ്ടത്. അതായത് ആൻ എന്ന അക്ഷരത്തിന് ചിഹ്നം ഉപയോഗിച്ചിട്ട് അല്ലെ. അപ്പൊ എന്താണ്? ഖ ഘ, ഗ ഗ, ഘ ഘ, ങ ങ. ഓക്കെ, പദ്യം ചൊല്ലുക. കളിക്കൂട് അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞ്. ഇത് രണ്ടിന്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്.